ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീനിങ്ങിൻ്റെ കുറച്ച് ജോലികളുണ്ട് കേട്ടോ. കുറച്ച് അധികം ജോലികളുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ക്രിസ്മസ് വെക്കേഷൻ എടുത്തു വെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ. ന്യൂ ഇയറിന് മുമ്പായിട്ട് തന്നെ വീട് മൊത്തം ഒന്ന് വൃത്തിയാക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് അവധിയുടെ ആദ്യത്തെ ദിവസമാണ് ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹാളും പിന്നെ ഒരു കൊച്ചു റൂമും കൂടെ പൊടിയൊക്കെ തുടച്ച് ചുക്കരിയൊക്കെ തുടയ്ക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വ്ലോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങളല്ല, നമ്മൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പത്തിനുള്ള മാവ് ഞാൻ 2 ദിവസത്തേക്കുള്ളതാണ് കേട്ടോ. സാധാരണ അരച്ച് വെക്കാറുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ഒരു പാൻ വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പച്ചമുളക്, തക്കാളി ഇത്രയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഇതെല്ലാം നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പണ്ടൊക്കെ മുട്ടക്കറി വെക്കുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഏതാണ്ടൊക്കെ പൊടികളൊക്കെ ഇട്ട് കറി വെക്കുമായിരുന്നു കേട്ടോ. പക്ഷേ അതിനൊരു ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ചാച്ചയാണ് പറഞ്ഞത് ചിക്കൻ മസാല മാത്രം ഇട്ടാണ് ചാച്ച കറി വെക്കുന്നത്. അങ്ങനെ കിട്ടിയൊരു റെസിപ്പിയാണ് ഇത്. അങ്ങനെ ഞാൻ ഈ മുട്ടക്കറിക്കകത്ത് പൊടികളായിട്ട് ചേർക്കുന്നത് ചിക്കൻ മസാല മാത്രമാണ് കേട്ടോ. വേറെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെ ഒന്നും ഇടുന്നില്ലേ. പിന്നെ കുറച്ച് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. ഞാൻ ചില കറികളൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ നുള്ളു പഞ്ചസാര ചേർക്കാറുണ്ട് കേട്ടോ. നമ്മളുടെ ഈ ഒരു കുഞ്ഞു ചാനലിലേക്ക് കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കമൻറ്റ് വിട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക, വ്ളോഗ്സ് കാണുക, കമൻസുകളൊക്കെ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണുള്ളത്. കൂടുതലും എൻ്റെ പഴയ വീഡിയോസിന് ഇപ്പോഴും കമൻസ് വരാറുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് വീഡിയോസ് വീണ്ടും ഇടാനുള്ള ഒരു പ്രചോദനമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോസ് കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ അപ്പവും മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിവാങ്കുഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടില്ല ഇതുവരെ. അവന് ക്രിസ്മസ് വെക്കേഷൻ ആയത് കാരണം ഡേക്കറി പോകണ്ട കേട്ടോ. അപ്പോൾ ആൾ നല്ല ഉറക്കത്തിലാണ്. ഇപ്പം ഞാൻ കൂടുതലായിട്ടും കാണാറുള്ളത് ഡീപ്പ് ക്ലീനിങ് വ്ളോഗ്സും ഹോം മേക്കിംഗ് വ്ളോഗ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ വ്ളോഗ്സ് കാണുമ്പോൾ എനിക്ക് കുഞ്ഞു ടിപ്സൊക്കെ കിട്ടുമേ. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മുഖം മറച്ച് ക്ലീനിങ് വ്ളോഗ്സ് ചെയ്യാമോ എന്ന്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ശീലമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. പക്ഷേ എനിക്ക് നല്ല അലർജിയുടെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അലർജിയൊക്കെ ഉള്ള വീട്ടമ്മമാർ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ തണുപ്പായത് കാരണം ചെറിയ ജലദോഷമുണ്ട്. അതാണ് മൂക്കടഞ്ഞടഞ്ഞ് പോകുന്നുണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കേട്ടോ. ഇനി നിങ്ങൾ വീടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു ചെറിയ തോർത്തോ ടവലോ എന്തെങ്കിലും ഒന്ന് നനച്ചിട്ട് മുഖം ഇതുപോലെ ഒന്ന് കവർ ചെയ്തൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഡസ്റ്റ് അലർജിയുടെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു അലമാരിയിലാണ് കേട്ടോ ഞങ്ങളുടെ 3 പേരുടെയും ഡ്രസ്സൊക്കെ വെക്കുന്നത്. അലമാരിയുടെ പൊക്കത്ത് ആ ഒരു പാത്രത്തിലാണ് നിവാങ്കുഞ്ഞിൻ്റെ കളിപ്പാട്ടമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് താഴെ വെച്ചാൽ അതെല്ലാം എടുത്ത് നിരത്തിയിടുക. കാരണം ഞാൻ വേണമെന്നൊക്കെ പറയുവാണെങ്കിൽ താഴേക്ക് എടുത്ത് വെച്ച് കൊടുക്കും. അല്ലാത്ത സമയത്തെല്ലാം അത് അലമാരിയുടെ പൊക്കത്ത് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഈ റൂമിൽ ഒരു അഴയുണ്ടായിരുന്നു കേട്ടോ. മഴക്കാലത്ത് തുണി വിരിച്ചിടാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഈ അഴ ഇങ്ങനെ നിൽക്കുന്ന കാരണം ഈ അലമാരി തുറക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് വന്ന് ഈ അലമാരി ഇങ്ങനെ തുറന്ന് കഴിയുമ്പോഴത്തേക്ക് അഴയെ തട്ടി എൻ്റെ കുറേ സമയം പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അഴയെ അങ്ങ് അഴിച്ച് കളഞ്ഞേക്കാന്ന്. ഇപ്പോൾ എന്തായാലും വെയിലൊക്കെ ഉള്ളത് കാരണം തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ അഴയെ അങ്ങ് അഴിച്ച് കളയുവാണ്. പിന്നെ ഈ ഒരു റൂമും ഹാളും കൂടെ നന്നായിട്ട് പൊടിയൊക്കെ തൂത്ത് ചുക്കരിയൊക്കെ തൂത്ത് ഒന്ന് തുടച്ചെടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ അഴ അങ്ങ് അഴിച്ചെടുത്തു കേട്ടോ. ഇത് ചാച്ചയെ പണ്ടിങ്ങനെ കയറിങ്ങനെ പിരിച്ച് ഇങ്ങനെ കെട്ടുന്ന കണ്ടിട്ട് ഞാനും കെട്ടി നോക്കിയത് കേട്ടോ. അങ്ങനെ അഴയൊക്കെ അഴിച്ച് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ ജനലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടാണ്. ഈ ജനലിൽ നല്ല പൊടിയുണ്ട് കേട്ടോ. പൊടി മാത്രമല്ല കുഞ്ഞു ചുക്കിരിയുണ്ട് കേട്ടോ. ചുക്കിരി എന്ന് ഞങ്ങൾ പറയുന്ന മാറാലക്കാണ് കേട്ടോ. ഈ മാറാല വേറെ എന്തോ ഒരു പേരും കൂടെ പറയില്ല, മറന്നുപോയി. അങ്ങനെ അപ്പോൾ നിങ്ങൾ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന ദിവസമാണെങ്കിൽ കുക്കിംഗ് നേരത്തെ തീർത്ത് വെക്കുവാണെങ്കിൽ രാവിലെ തന്നെ കുക്കിംഗ്, അതായത് ഡിന്നർ വരെയുള്ള എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ക്ലീനിങ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. പിന്നെ ഞാൻ വീടൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് മീഷോയിൽ നിന്ന് ചെറിയ ഓർഗനൈസേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിച്ചാണ് നമ്മൾ ഈ ഷിമ്മിക്കൂട്, അതായത് നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഷിമ്മിക്കവർ വെക്കാനായിട്ട് ഒരു
വേറൊരു കവർ മേടിച്ചായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം. ഞാനത് ആ വീഡിയോയുടെ ആദ്യം കാണിച്ചിട്ടുണ്ട്. അപ്പം 100 സംതിങ് രൂപയ്ക്ക് 2 കവറാണ് കേട്ടോ കിട്ടുന്നത്. അപ്പം നമുക്ക് ഇതിലെ ഈ ഷിമ്മിൽ കൂടെ ഒക്കെ വലിച്ചു വാരിയിടാതെ അതൊന്ന് അടുക്കി പെറുക്കി വെക്കാനായിട്ട് ആ ഒരു കവർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം കേട്ടോ. നിവാങ്കുഞ്ഞ് എഴുന്നേറ്റ് വന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. ആൾ സൈക്കിളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ജോലികളെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് ഈ അടിച്ചുവാരലും തുടക്കലും ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷേ ഓരോരോ സാധനങ്ങളും അതാത് സ്ഥാനത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ടാസ്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓരോരോ സാധനങ്ങളും അതിൻ്റെ ഇരിക്കുന്ന സ്ഥാനത്ത് ഉപയോഗശേഷം തിരിച്ച് വെക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒരു വീട്ടമ്മമാർ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇപ്പം അവിടെ ഹസ്ബൻഡാണെങ്കിലും മക്കളാണെങ്കിലും അവനവനെടുക്കുന്ന സാധനങ്ങൾ തിരിച്ച് അതാത് സ്ഥാനത്ത് വെക്കുക ഒരു വീട്ടിലെ എല്ലാവരും ചെയ്യേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ വഴക്കുണ്ടാക്കുന്നത് അതിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഈ കാര്യം ഇവിടെ പറഞ്ഞത്. പിന്നെ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പൊടിയാകുന്ന ഒരു ഏരിയ ഈ ജനലിൻ്റെ സൈഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ജനൽ ഞാൻ അങ്ങനെ എന്നും ഒന്നും തുടയ്ക്കാറില്ല. എന്നും നമുക്ക് തുടയ്ക്കാനുള്ളൊരു സമയവും കിട്ടാറില്ല. അപ്പോൾ ശനിയാഴ്ച ദിവസമാണ് മിക്കപ്പോഴും ക്ലീനിങ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ജനലിൻ്റെ പൊടിയെല്ലാം തട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ചു കർട്ടൻസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കർട്ടൻസൊക്കെ വാഷിംഗ് മെഷീനിലാണ് ഞാൻ അലക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീനിൽ അലക്കുമ്പം അതിൻ്റെ മുകളിലായിട്ടുള്ള ആ റൗണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ റൗണ്ടില്ലേ, ആ സാധനം ഒരു പ്രാവശ്യം എൻ്റെ എല്ലാം നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങനെ ഈ ക്ലീനിങ് വീഡിയോസ് കാണുന്നതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ ഒരു ട്രിക്കാണ് കേട്ടോ. നമ്മുടെ കർട്ടൻ്റെ പ്ലാസ്റ്റിക് റൗണ്ട് വരുന്ന ആ ഭാഗമില്ലേ, അങ്ങോട്ടൊരു സോക്സ് ഇട്ടിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെക്കുവാണെങ്കിൽ നമ്മുടെ കർട്ടൻ നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും. ആ പ്ലാസ്റ്റിക് ഒന്നും നശിച്ചു പോകത്തില്ല കേട്ടോ. നിവാങ്കുഞ്ഞ് ആ ബ്രഷ് എടുത്തിട്ട് അവിടെ എന്തൊക്കെയോ പണികൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും ഒരു കുഞ്ഞ് സോക്സ് എടുത്തൊരു കപ്പിൽ വെള്ളമായിട്ട് ആ ഡോറെല്ലാം തുടച്ച് ക്ലീൻ ചെയ്യുക. എന്നിട്ട് എന്നോട് ചോദിക്കുക, അമ്മ ഓക്കെ ആണോ, അമ്മയ്ക്ക് സന്തോഷമായോ എന്നൊക്കെ എന്നോട് ചോദിക്കുക. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നിവാങ്കുഞ്ഞാണ് എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ആൾ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. എന്നോട് ചില എൻ്റെ ഫ്രണ്ട്സൊക്കെ, അമ്മമാരായിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അവർക്കും അങ്ങനെ തോന്നാറുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ജനലൊക്കെ തുടച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി കർട്ടനൊന്ന് നമുക്ക് അഴിച്ച് കഴുകാം. അപ്പം നമ്മളുടെ ഈ കർട്ടൻ്റെ ഈ റൗണ്ട് ഭാഗത്തായിട്ട് ഇടാനായിട്ട് ഞാനൊരു സോക്സ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ സോക്സ് ഇങ്ങനെ അങ്ങിട്ട് കൊടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി കൊടുത്താൽ മതി കേട്ടോ. അയ്യോ ഒന്നും അറിയില്ല. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആകാറായിട്ടുണ്ട്. അപ്പോൾ കർട്ടനൊക്കെ കഴുകാനിട്ട് വെച്ച് നമുക്ക് ചോറുണ്ണാന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. ഈ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കുള്ളൂ കേട്ടോ. നിവാങ്കുഞ്ഞ് എൻ്റെ പുറകെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അവനിഷ്ടമുള്ള കാർട്ടൂണ് TV-യിൽ വെച്ച് കൊടുത്തിട്ടാണ് നടക്കുന്നത്. ഇടയ്ക്ക് ഈ ഊഞ്ഞാൽ വന്നിരുന്ന് കാർട്ടൂൺ കാണും, പിന്നെ എൻ്റെ പുറകെ നടക്കും, കുറച്ച് നേരം കളിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ചെറുപ്പത്തിലൊക്കെ ഞാൻ അവന് ഒരുപാട് വഴക്കൊക്കെ പറയുമായിരുന്നു കേട്ടോ. കാരണം അന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. കാരണം ഇപ്പം ജോലികളൊക്കെ നമുക്ക് വീട്ടിൽ ജോലികളൊക്കെ തീരാതെ ആയിരിക്കുമ്പോൾ ഇവർ നമ്മുടെ പുറകെ വരുമ്പോഴത്തേക്കും നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ദേഷ്യം തോന്നും. പിന്നെ ഞാൻ തന്നെ ചിന്തിച്ചു, എന്തിനാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്? അവർ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് ആവശ്യം എന്താണ്? നമ്മളോട് കളിക്കണം, നമ്മളോട് വർത്താനം പറയണം, അതൊക്കെയാണ് അവരുടെ ആഗ്രഹം. കുറച്ച് മുട്ടായി കഴിക്കണം, അങ്ങനെയൊക്കെ ഞാൻ തന്നെ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് കേട്ടോ. ക്ലീനിങ് നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ കൂടെ ഒന്ന് വർത്താനം പറയാനൊക്കെ കൂടിയാൽ മതി. അങ്ങനെ നിവാങ്കുഞ്ഞിനെ ഉറക്കാൻ ഞാൻ തുടങ്ങിയതാണ് കേട്ടോ. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ചോറൊക്കെ കൊടുത്തിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ആളങ്ങ് ഉറങ്ങുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചത് ഊഞ്ഞാലെ കൊണ്ടിരുത്തുവാണെങ്കിൽ എനിക്ക് കാണുകയും ചെയ്യാം. പിന്നെ അവിടെ ഇരുന്ന് പാട്ട് പാടലാണ് കേട്ടോ. എനിക്കത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ ആളവിടെ ഇരുന്ന് പാട്ട് പാടുന്നു, ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്യുന്നു കേട്ടോ.
അങ്ങനെ ഞങ്ങളുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. റൂമും ക്ലീൻ ചെയ്തു, ഹാളും ക്ലീൻ ചെയ്തു. ഇന്ന് എൻ്റെ പ്ലാനിങ് ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ജോലികളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കുളിച്ച് പിന്നെ നിവാകുഞ്ഞിന് ചോറൊക്കെ ആൾ കഴിച്ചാണ് കിടത്തി ഉറക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ലോഗ് ഇവിടെ നിർത്തുക കേട്ടോ. നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ.